പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ശുചിത്വമാണല്ലോ. ഇസ്ലാം യഥാർത്ഥത്തിൽ ശുചിത്വത്തിൻ്റെ മതമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ശുദ്ധി അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന്. നോക്കൂ, ശുചിത്വം അത് രോഗങ്ങളെ കുറയ്ക്കും, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും, ആയുസ്സിനെ കൂട്ടും എന്ന് ആധുനിക പഠനങ്ങൾ ഇന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ശാസ്ത്രം ഇത് കണ്ടെത്തുന്നതിനും എത്രയോ മുമ്പ് തന്നെ ഇസ്ലാം ഇതിനെ ഒരു ഇബാദത്തായിട്ട്, ഒരു ആരാധനയായിട്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. രണ്ടാമത്തേത് മനസ്സിൻ്റെ ആരോഗ്യമാണ്. നോക്കൂ, മനസ്സിൻ്റെ കാര്യത്തിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശക്തമായ മറ്റൊരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അസ്വബറു നിസ്ഫുൽ ഈമാൻ, ക്ഷമ വിശ്വാസത്തിൻ്റെ പകുതിയാകുന്നു എന്നതാണത്. ക്ഷമ സമാധാനമുണ്ടാക്കുമെന്നും വികാരങ്ങളെ നിയന്ത്രിക്കുമെന്നും മാനസികാരോഗ്യം സംരക്ഷിക്കുമെന്നും ആധുനിക സൈക്കോളജി ഇന്ന് തെളിയിക്കുന്നുണ്ട്. ക്ഷമയുള്ള ഒരു ഹൃദയം സമാധാനത്തോടെ ജീവിക്കുന്നു. ഇസ്ലാം നമ്മെ രണ്ട് വശങ്ങളിലൂടെയും പരിപൂർണമാക്കുന്നു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കാം. ഇസ്ലാം ഇതിനെയൊക്കെ പകുതി എന്ന് വിളിക്കുമ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആണ് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. പകരം ഇസ്ലാമിൽ നിങ്ങൾ ആ പകുതി നേടിക്കഴിഞ്ഞാൽ തന്നെ വിജയിച്ചു കഴിഞ്ഞു എന്നതാണ്. 50 മാർക്ക് ലഭിച്ചാൽ ഒരാൾ വിജയിക്കുമല്ലോ. അതുപോലെ നിങ്ങളിൽ ശുചിത്വവും ക്ഷമയും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദീൻ അത് പൂർത്തിയായിരിക്കുന്നു. ഇസ്ലാം എന്നത് കേവലം ഒരു മതം മാത്രമല്ല, അത് ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയ്ക്കുള്ള ഒരു സമ്പൂർണ്ണ വെൽനസ് സിസ്റ്റം കൂടെയാണ്. വൃത്തിയുള്ള ശരീരം, സമാധാനമുള്ള മനസ്സ്, കരുത്തുള്ള വിശ്വാസം, അതാണ് പരിശുദ്ധ ഇസ്ലാം.